ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാനും മമ്മിയും കൂടിയിട്ട് സുതിയെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ മമ്മിക്കാണ് ഷോപ്പ് ചെയ്യാനുള്ളത്, എനിക്കൊന്നുമില്ല പ്രത്യേകിച്ച് ഷോപ്പ് ചെയ്യാൻ. ഞാനും മമ്മിയും കൂടി സുതിയെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മമ്മി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളിതാ പോവാണ്. അപ്പോൾ ഞങ്ങൾ പത്തടിപ്പാലത്തുള്ള സുതിയോലെ പോണ്. അവിടെ പോയിട്ട് വേണം വേറെ നോക്കാൻ കളക്ഷൻസ് എങ്ങനെയാണെന്ന് അറിയില്ല. മമ്മിക്കാണ് ഷോപ്പ് ചെയ്യാനുള്ളത്, ഞങ്ങൾക്കല്ല. അപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വീഡിയോസൊക്കെ കാണിക്കാം. വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആയിരിക്കും, ചെറിയൊരു വ്ലോഗാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ പോയിട്ട് വരാൻ കഴിച്ചിട്ടാ സ്വാമി. ഓക്കെ അതെ, ഇവിടെ ഞങ്ങൾ സുതിയോയിൽ എത്തിയിരിക്കുന്നു. വീഡിയോ എടുക്കട്ടോ സുതിയോടെ എടുത്താ എടുക്കുന്നില്ലേ? ഇപ്പോൾ ഗായ്സ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞാനും മമ്മി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നേരെ ഇനി സുതിയുടെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ പോകും. അങ്ങനെ ഇത് പത്തടിപ്പാലത്തുള്ളതാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. മറ്റേ ബാക്കി 2 സ്ഥലത്തും പോയിട്ടുണ്ട്, പിന്നെ കടവന്തറയിലും ഉണ്ട്, അവിടെയും പോയിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണ്. ഇപ്പം അങ്കമാലിയിലും പിന്നെ എടപ്പള്ളിയിലും ഉള്ളതിലും പോയിട്ടുണ്ട്, പിന്നെ മറ്റേ വള്ളത്തോളിലുള്ളതിലും പോയിട്ടുണ്ട്. ഇത് ഇവിടുത്തെയാണ്. എൻ്റെ പൊന്നോടഞ്ഞേ തിരക്കാണ്, ഇവിടെ ഭയങ്കര തിരക്കാണ്, വളരെയധികം തിരക്കാണ്. ഇവിടെ നല്ല തിരക്കാണല്ലോ. മമ്മി എന്ത് ചെയ്യും? ജെൻസിൻ്റെ കാണണം ഇവിടെ ഒക്കെ തന്നെ മേളിലാന്ന് തോന്നുന്നുണ്ട്. ഒരാഴ്ച ഇവിടെ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കാണ്. ജെൻസ് മേളില ജെൻസിമ എല്ലാ പറഞ്ഞ് ഗൈസ് ജെൻസിമ എല്ലാണ്. അപ്പോൾ ജെൻസിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഈ സെക്ഷനിൽ ഫുള്ള് ഞാൻ ഇട്ടേക്കണ പോലത്തെ മെറ്റീരിയലാണ്. ഇതിനെന്തോ പറയും, മെറ്റീരിയൽ എന്തോ പറയും, എനിക്കറിയില്ല. ഈ മെറ്റീരിയൽ എന്താ പറയാമേ? ഇത് മറ്റേ നമ്മൾ നൂലുണ്ടാക്കില്ല സ്വന്തം. ഇത് കയ്യിൽ നെയ്യണമെന്ന് തോന്നുന്നു. അതിൽ നെയ്യണല്ലേ. ഇതവിടെ വേറെ എന്തോ ടൈപ്പ് ഷർട്ടൊക്കെ. എൻ്റെ അമ്മത് കൊള്ളാലോ അമ്മീ, സൂപ്പർ, ഭയങ്കര ചീപ്പ് റേറ്റ് കേട്ടോ. നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നല്ല ഒരു വെതർ ടൈപ്പിലുള്ളൊരു നല്ല അടിപൊളി ഡിസൈനിലുള്ളൊരു ഡ്രസ്സാണ് ഗൈസ്. എനിക്കിഷ്ടമായി. നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. അപ്പോൾ ഞാനിട്ടേക്കണ ആ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാനിപ്പോൾ വേറെ ഇട്ടേക്കണ ഇവിടുത്തെ സുതിയൊന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതേ സെയിം സാധനം ഇവിടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോക്കൂ ഗൈസ്, ഞാനിട്ട സെയിം സാധനം തന്നെ. ഇത് ഇവിടുന്ന് വാങ്ങിയതാണല്ലോ ഇവിടെ. കണ്ടോ? ഇത് അതേ സെയിം സാധനം കണ്ടോ? നാണക്കേടി. ഞാൻ ഇവിടുന്ന് പോവാണ് ഗൈസ്. ഞാൻ ഇവിടെ ഇട്ട സാധനം ഇട്ടിട്ട് ഇവിടെ തന്നെ ആൾക്കാരൊക്കെ എന്നെ നോക്കും. അവിടെ ഉള്ള പോലത്തെ സെയിം സാധനം തന്നെ ഞാൻ ഇട്ടിട്ട് വന്നപ്പോൾ ആൾക്കാർ അവിടെ ഒരു ചീച്ചയ്ക്കിനെ നോക്കണ്ടായിരുന്നു. ഞാൻ അതന്നെ ഇട്ടുകൊണ്ട് വന്നതാണ്. ഞാൻ അവിടെ നിന്ന് മാറിയത്. അതേപോലെ സെയിം സാധനം ഇട്ടിട്ട് വരുമ്പോൾ നോക്കുമ്പോൾ ഒരു മോശം പോലെ തോന്നില്ല. സെയിം സാധനം തന്നെ ആയത് കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇവിടുന്ന് വാങ്ങിയതാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനല്ല വാങ്ങിയത്, എൻ്റെ പെങ്ങളെ ഗിഫ്റ്റ് തന്നാണിത് ആക്ച്വലി. അപ്പോൾ മമ്മിയുടെ ഷോപ്പിംഗ് ആകുന്നുണ്ട്. എന്താ അമ്മ വേണ്ടേ? ഇപ്പോൾ ഇവിടെ അത്ര മോഡേണായിട്ടുള്ള ഒരാൾക്കല്ല വാങ്ങുന്നത്. ജസ്റ്റ് ഒരു ടീഷർട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ല? പൂവപ്പോൾ ഇത്രയും സെലക്ഷൻ ഉണ്ടായിട്ട് നമുക്കിത് പോരെ?
നമുക്ക് ഈ ടൈപ്പ് മോഡലാണ് വേണ്ടത്. ഇവിടെ പറയുന്ന സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. അങ്കമാലിയിലാണ് സൂപ്പർ എന്ന് പറയുന്നത്. ആ മറ്റു ടീഷർട്ട് ഒക്കെ എടുത്തില്ല. ഓക്കെ, അപ്പം അങ്കമാലിക്ക് പോകണോ നീ? മമ്മി പറയണ അങ്കമാലിക്ക് പോകുന്നു ചോദിച്ചപ്പോൾ വേണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എടപ്പള്ളിയിലുണ്ട്, എടപ്പള്ളി പോയല്ലോ. എടപ്പള്ളിയിലുണ്ടായിരുന്നു ആ എച്ചിൻ്റെ അമ്മീൻ്റെ അവിടെ. അങ്ങോട്ട് പോയല്ലോ, പോവാം. വേണ്ടേ? മമ്മി പറഞ്ഞ സീമാസിലെടുക്കാമെന്ന് കഴിച്ചു. പക്ഷെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്, നല്ല മോഡേൺ കളക്ഷൻസ് ആണ്. പക്ഷെ മമ്മി മോഡേൺ ആയിട്ടുള്ള ഒരാൾക്കല്ല വാങ്ങുന്നത്, വേറൊരാൾക്കാണ്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ളത് പുള്ളിക്ക് താല്പര്യപ്പെടില്ല. അതുകൊണ്ടാണ് ഓക്കെ മമ്മി നോക്കുന്നുണ്ട്. മമ്മിയുടെ കളക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ കാണിച്ചില്ല. കണ്ടോ സുഹൃത്തുക്കളെ, ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കണ്ടോ, നല്ല അടിപൊളി ടോപ്പ് ഡിസൈനിലൊക്കെ ഉള്ളതുണ്ട്. എനിക്കിഷ്ടപ്പെടുന്നുണ്ട്, മമ്മിക്കാണ് താല്പര്യപ്പെടുന്നത്. കണ്ടോ, അത് ആള് കുറച്ച് ഹോൾഡിഷായിട്ട് കണ്ടോ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും വാങ്ങാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ഇവിടെ ഒന്ന് വാങ്ങാം. പിന്നെ ഓരോ സുതിയിലും ഓരോ ടൈപ്പ് കളക്ഷൻസ് ആയിരിക്കും ഗൈസ്. സെയിം ആയിട്ട് വരില്ല, വ്യത്യാസം ഉണ്ടാവും. ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ജാക്കറ്റ്സൊക്കെ ഉണ്ട്. ജാക്കറ്റ്സൊക്കെ എന്ത് റേറ്റാണെന്ന് എനിക്കറിയില്ല. സുതിയിൽ ശരിക്കും നമുക്ക് റേറ്റ് കുറവിന് നമുക്ക് എന്ത് സാധനം വാങ്ങാം കേട്ടോ. കാര്യം ഒരു വെസ്റ്റേൺ ഡിസൈനിലുള്ള സാധനം നമുക്ക് എന്ത് ചീപ്പ് റേറ്റിൽ ആൾക്കാർക്ക് എത്തിക്കാം എന്നുള്ളൊരു ടാറ്റയുടെ ഒരു നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഉദ്ദേശമാണ് ശരിക്കും സുതിയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് കണ്ടോ, നല്ല നല്ല കളക്ഷൻസ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാറ്റ ഇങ്ങനെ ഒരു ഉദ്ദേശം നമുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സുതിയോന്നെല്ലാം വാങ്ങി നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നല്ല പാർട്ടി വെയർസൊക്കെ. അപ്പോൾ മമ്മിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ കളക്ട് ചെയ്യാൻ വേണ്ടി. മമ്മി അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഷോപ്പ് ചെയ്യുന്ന ടീഷർട്ട്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. എന്നിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഓൾറെഡി ന്യൂ ഇയറിൻ്റെ സെയിലൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും മാക്സിമം സുതിയിൽ തന്നെ ഒന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കാണ് ഈ കാണുന്നത്. സെയില് നടക്കുന്നുണ്ട് ആക്ച്വലി, അതിൻ്റെ തിരക്കാണ് കൂടുതലും. സെയിൽ നടക്കുന്നുണ്ടാവും ന്യൂ ഇയറിൻ്റെ. കഴിഞ്ഞിട്ടില്ല, ന്യൂ ഇയറിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് 399 ഐറ്റംസൊക്കെ സെയിലാണ്. ജീൻസിനൊക്കെ റേറ്റ് കുറവായിരിക്കും. എല്ലാവരും അപ്പോൾ മാക്സിമം ഒന്ന് കളക്ട് ചെയ്യുക. പിന്നെ പഴയ സ്റ്റോക്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടാവും. സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് പുതിയ സ്റ്റോക്സൊക്കെ അവർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സ്റ്റോക്ക് ക്ലിയറൻസും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ വന്ന് കളക്ട് ചെയ്യുക. വാങ്ങാൻ താല്പര്യമുള്ളവർ വന്ന് വാങ്ങാം. ആക്ച്വലി ഞാനിപ്പോൾ നിലവിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഷോപ്പ് ചെയ്യാത്തത്. ഞാൻ വെച്ച് നോക്കിയാൽ സൈസ് നോക്കണമെന്ന്. ഈ സൈസ് മതിയാവോ? അപ്പോൾ ഗൈസ് മമ്മി പറഞ്ഞ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫിക്സബിൾ ആണോ, അത് മതിയോ? ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം വന്ന് വാങ്ങുക. അത് മതി മമ്മി, ഫോട്ടോ അയച്ചോളാം. അപ്പോൾ ഗൈസ് ഒരെണ്ണം സെലക്റ്റഡ് ആയിട്ടുണ്ട്. എല്ലാം ഭയങ്കര ലാർജ് ടൈപ്പാണ്, വളരെ ഭയങ്കര വലിയ ടൈപ്പായിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മമ്മിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നേക്കാളും വലിയ മീഡിയം എന്ന് പറഞ്ഞാൽ എൻ്റെ സൈസിനേക്കാളും വലിയ സൈസായിട്ടാണ് വരുന്നത്. അത് കാരണം കൊണ്ട് മമ്മിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല ഏത് എടുക്കണം എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു മീഡിയം ടൈപ്പ് എടുത്തേക്കണം. പക്ഷെ അത് എനിക്ക് കുറച്ച് ലാർജായിട്ടാണ് നിൽക്കണത്. എനിക്ക് മീഡിയം ലാർജായിട്ടാണ് ഇവരുടെ ഒരു ഇതിൽ കാണുന്നത്. അപ്പോൾ മമ്മി വേറെ ഒന്നും കൂടി നോക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് ടീഷർട്ടിൻ്റെ കളക്ഷൻസ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നല്ല കളക്ഷൻസൊക്കെ വന്ന് കിടപ്പുണ്ട് ഷർട്ടിലൊക്കെ ഗൈസ്. ഉണ്ടോ പാൻസും കാര്യങ്ങളൊക്കെ നല്ല അഫോർഡബിളായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. നല്ല നല്ല ടീഷർട്ട്സൊക്കെ. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ അന്ന് വന്നതിനേക്കാളും കുറേ പ്രീമിയം ഡ്രസ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് നല്ലതാണ് മമ്മി, അത് കൊള്ളാലോ. മമ്മിക്ക് വേറെ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. എന്നാ എത്ര റേറ്റ്? 600. കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ ഷർട്ട് വാങ്ങണം, ഒരു ഷർട്ട് വാങ്ങിയാൽ പോരെ.
ബനിയനൊക്കെ എല്ലാം യൂസ് ചെയ്യണം. ആണോ? നല്ല പ്രീമിയം ഷർട്ട് തന്നെ വാങ്ങായിരുന്നു. മമ്മി ഇതവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ മടക്കി മടക്കി വയ്ക്കാം. ഇത് ഈ പൂക്കളുള്ള ഷർട്ട് വാങ്ങിയല്ല മമ്മി? വേണ്ട, ഞാൻ 2 തരത്തിലുള്ളതാണ് നോക്കണത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. വേറെ ഒരെണ്ണം കൂടി മമ്മി അതിൻ്റെ ബാക്കിൽ വേറെ ഒരെണ്ണം ഉണ്ടോ നോക്കിക്കാൻ. വേറെ ഡിസൈൻ ഉണ്ട് അത് പറ്റുമല്ലോ. അത് പുള്ളിക്ക് ചേരുമോ? വേണ്ടല്ലോ, അടുത്ത വേറെ ഡിസൈൻ നോക്കാം. മമ്മിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആകെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടുള്ളൂ. പറഞ്ഞ കാണിച്ചാൽ ഈ ഒരെണ്ണമാണ് മമ്മിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതൊരെണ്ണം ഫിക്സ് ആയിട്ടുണ്ട്. വേറെ 2 എടുക്കാമെന്ന് മമ്മി വിചാരിച്ചു. പക്ഷെ 2 ഏത് എടുക്കുന്നത് നമുക്കറിയാം. ഇങ്ങനത്തെ മോഡൽസ്, അതായത് ഈ ഒരു ടൈപ്പൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. അത് കാരണം കൊണ്ടാണ് മമ്മി പ്ലെയിൻ ഡ്രസ്സാണ് മമ്മി ചൂസ് ചെയ്യുന്നത്. പ്ലെയിൻ ആയിട്ടുള്ളത്. പുള്ളി കുറച്ച് മോഡേണായിട്ടുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഇതെടുത്തിട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് ലീവ് ചെയ്യും. പിന്നെ സീമാസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ആലുവയിൽ. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് നോക്കട്ടെ, മമ്മി ഒന്നുകൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷം എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഞാനിട്ടാ ഭംഗിയുണ്ടാവും. ഗൈസ് അത് അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. അപ്പം അത് മാമി അപ്പോൾ മമ്മിക്ക് അതും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ മമ്മിക്ക് അതും ഇഷ്ടപ്പെട്ടില്ല. വേറെ ചൂസ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. എന്ത് പറ്റിയ മമ്മി? ഇത് വേണ്ടേ? ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് സ്മോൾ ഉണ്ടോന്ന് അറിയില്ലല്ലോടാ. സ്മോളില്ല, സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ സ്മോളില്ല. വേറെ തപ്പാൻ പോവാണ്. വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരുപാട് കളക്ഷൻസ് വന്ന് കിടപ്പുണ്ട്. ജീൻസും പാൻസൊക്കെ ആയിട്ട്. ഷോർട്സ് എടുക്കണ്ട. വണ്ടി ഓടിക്കുമ്പോൾ പറ്റുമോ? ആ മമ്മി ഷോപ്പിന് എൻ്റെ ഇടയിൽ ഞാൻ 2-3 ക്ലിക്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഞാൻ 2-3 ഫോട്ടോസൊക്കെ ചുമ്മാ ജസ്റ്റ് എടുത്താണ് ഞാനിതിൽ കാണിക്കാം. അപ്പോൾ മമ്മി അതിൻ്റെ ഇടയ്ക്ക് ഇത് 2 ചൂസ് ചെയ്തിട്ടുണ്ട്. മമ്മി അത് ഉറപ്പിച്ചാ? ഓക്കെ, അത് ഓക്കെ. അത് 699. മറ്റേത് ഇത് ഓഫറാണ് 329. അപ്പോൾ ഗൈസ്, അപ്പോൾ 299-ൻ്റെയും 699-ൻ്റെയും മമ്മി 2 ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതവിടെ ബില്ല് ചെയ്യാം. വേറെ നോക്കണ്ട, നമുക്ക് ഇനിയും വരുന്നു. ഷോപ്പിംഗ് ഇങ്ങനെ പരിധി ഫുള്ള് ചൂന്ന് ഇറങ്ങിയാലേ മമ്മിക്ക് മമ്മിക്ക് കിട്ടുള്ളൂ. സംശയം വരും. കാണാം, മമ്മിക്ക് സംശയമാണ് ഫുള്ള് ചൂസ് ചെയ്യാനായിട്ട്. മമ്മിക്ക് ഇങ്ങനെ ഫുള്ള് പരിധി കൊണ്ടിരുന്നാലാണ് മമ്മി ഫുള്ള് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. മമ്മി ഇവിടെ വേറെ സെക്ഷനിൽ വന്ന് കയറിയിട്ടുണ്ട്. ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിളി പിടിച്ചിട്ട് തിരിച്ചു വരാം. അത്രയ്ക്ക് പച്ച കളറിലിരിക്കുന്നത്. മമ്മി ഈ ഷർട്ട് വാങ്ങിയാലോ? അടുത്ത മമ്മി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫൈനലി മമ്മി ബില്ലടിക്കാൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇനി തപ്പോന്നു. മമ്മി ഇതേപോലെ ബില്ലടിക്കാന്ന് പറഞ്ഞാൽ ഈ വഴിവാണ് ബില്ലടിക്കാന്ന് പറഞ്ഞിട്ട് മമ്മി പിന്നെ ബില്ലടിക്കുന്നില്ല. മമ്മി ആ വഴിക്ക് വേറെ നോക്കി അങ്ങനെ പോകും. അപ്പോൾ മമ്മി ഇപ്പോൾ ബില്ലടിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബില്ലടിക്കാൻ നോക്കിയിട്ട് ഗൈസ് അവിടെ എത്തിയിട്ടുണ്ട്. ഇതണ്ട ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിൽക്കും. ഉറപ്പിച്ചാ മമ്മി? ഉറപ്പാണോ? ഇനി മാറ്റോ? ആർക്കറിയാം, എന്താ പറയുന്നു, ചിലപ്പോൾ മാറ്റൂട്ടാ. ബില്ലടിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത് ഉറപ്പാണ്, ഡീലാണ്. അപ്പം ഞങ്ങളൊന്ന് ബില്ല് ചെയ്യട്ടെ.